സോ ഹായ് ഹലോ 12th മാച്ചിൻ്റെ ഒരു മുൻപ് സ്വാഗതം. അങ്ങനെ മോഹൻ ബഗാൻ്റെതുള്ള മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തോൽവി തന്നെയാണ് റിസൾട്ട് 3-0 എന്നുള്ള സ്കോർ ലൈനിൽ. റിവേഴ്സ് പിക്ചറിലുണ്ടായ പോലെ തന്നെ ഒരു നാടകീയമായ കളി തന്നെയാണ് ഉണ്ടായത്. നമ്മളാണ് പല സ്റ്റാറ്റിലും മുകളിൽ, പക്ഷേ ഗോളുകളുടെ എണ്ണത്തിൽ മാത്രം നമ്മൾ പിന്നിലായി പോയി. അങ്ങനത്തെ ഒരു സ്റ്റാറ്റാണ് ഈ ഒരു മാച്ചിന് ഉണ്ടായത്. സോ ഈ ഒരു വീഡിയോ ആ മാച്ചിൻ്റെ പോസ്റ്റ് മാച്ച് ടോക്ക് ആവും. സോ ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയെന്ന് വെച്ചാൽ അൺലക്കി ഫാക്ടേഴ്സ് എവിടേക്കോ ആ ഒരു എല്ലാ മോഹൻ ബഗാൻ്റെതിനെയും കളിയുള്ള പോലെ തന്നെ, അല്ലെങ്കിൽ അറ്റ്ലാന്റിക് കൊൽക്കത്ത അല്ലെങ്കിൽ മോഹൻ ബഗാൻ്റെ എതിരെ കളി വരുന്ന പോലെ തന്നെ ആ ഒരു അൺലക്കി ഫാക്ടർ ഈ ഒരു കളിയിൽ ഉണ്ടായ പോലെ തോന്നി. ഇതോടെ തന്നെ നമ്മുടെ ആ ഒരു കപ്പ് ലക്ഷ്യം അല്ല വെച്ചാൽ പ്ലേ ഓഫ് സാധ്യതകൾ അണയുകയാണ്. ഇനി യാതൊരു വിധ ചാൻസും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ പ്ലേയേഴ്സും ഒരേപോലെ തന്നെ എഫേർട്ട് ഇട്ടതായിട്ട് ഈ ഒരു മാച്ചിൽ കാണാം. ഈവൻ ഡിഫൻസിൽ വരെ നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും. പിന്നെ സച്ചിൻ്റെ രണ്ട് മിസ്റ്റേക്ക് എന്ന് കാണിച്ചാൽ നമുക്ക് പറയാം. ഒന്ന്, സച്ചിൻ കയറിപ്പോയപ്പോൾ ഒരു ഗോളും JB മെക്ലാരൻ അടിച്ചതും, പിന്നെ JB മെക്ലാരനെ മുമ്പിൽ വെച്ചിട്ട് തന്നെ സച്ചിൻ ഓഫ് ബാലൻസ് ആയിട്ട് പോയതിലും ആ രണ്ട് ഗോളും വന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ മൂന്നാമത്തെ ഗോള് ആൽബർട്ടോ റോഡ്രിഗസ് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ റിവേഴ്സ് പിക്ചറിലുണ്ടായ പോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് ലോങ് റേഞ്ച് ഷൂട്ട് എന്നൊക്കെ കാണിച്ചാൽ നമുക്ക് പറയാം. അതിലും പ്ലേ ഓഫ് സാധ്യതകളൊക്കെ അണഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത കളി FC ഗോവയ്ക്കെതിരെയാണ്. മോഹൻ ബഗാന് 49 പോയിൻ്റായി അവരെ ഷീൽഡ് റേസിൽ അവരിപ്പോൾ ഒന്നുകൂടി മുന്നിലേക്കായിരിക്കുകയാണ്. അടിയിൽ നിൽക്കുന്ന രണ്ടാമത്തെ ടീമായിട്ട് 10 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആയിരിക്കുകയാണ് മോഹൻ ബഗാൻ ഇപ്പോൾ തന്നെ. എടുത്ത് പറയാൻ പറ്റിയൊരു ചാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ അമാവിക്ക് കിട്ടിയ ഒരു ചാൻസാണ്. അത് വിശാൽ കെയ്ത്ത് നല്ല പ്രോപ്പറായിട്ട് സേവ് ചെയ്ത് ഇടുകയും ചെയ്തു. അതോടെ തന്നെ ആ ഒരു ചാൻസ് അവിടെ അണയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ചാൻസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫിലേക്ക് വളരെ നേരിയ ചാൻസാണ്. ബാക്കിയുള്ള ടീം തോൽക്കാൻ വേണ്ടി നമ്മൾ അത്രയും ആഗ്രഹിക്കണം. അതായത് ഒഡീഷയൊക്കെ ഒരു 2 to 3 മാച്ചസ് എങ്ങനെയും തോൽക്കണം. അത് പ്രാക്ടിക്കലായ ഒരു കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു തന്നെ അറിയണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മുൻപിലോ അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. എന്തായാലും നല്ല ബ്ലാസ്റ്റേഴ്സിനെ ജയിക്കാൻ പറ്റില്ല, ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എവിടെയും പറയാഞ്ഞ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. ഇതൊക്കെ ഒരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആദ്യം കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവുക, പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ. സോ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.